السلام عليكم ورحمة الله وبركاته. بسم الله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا صلوا عليه وسلموا تسليما. وقال نبيكم صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. मुसलसल काविशों से ही तकदीरें संवरती है, जो तक कर बैठ जाता है वो मंजिल पा नहीं सकता. അഭിവന്യരായ ഈ മഹത്തായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ശില്പികളിൽ ഒരാളും ദാറുൽ ഹുദയുടെ വൈസ് ചാൻസലറും ആഗോള പണ്ഡിത സഭയിലെ ഇന്ത്യൻ സാന്നിധ്യവുമായ അഭിവന്യരായ ബഹാവുദ്ദീൻ ഉസ്താദ് അവർകളെ, ദുആക്ക് നേതൃത്വം നൽകിയ ഉത്തര മലബാറിലെ മുസ്ലിം ഉമ്മത്തിന്റെ അത്താണിയായിട്ട് നിലകൊള്ളുന്ന കുമ്പോൽ തറവാട്ടിലെ അനുഗ്രഹീത സാന്നിധ്യം അഭിവന്യരായ സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൽ അവർകളെ, ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് ഷെരീഫ് കാവു, വേദിയിൽ സന്നിധരായിട്ടുള്ള നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ മുസ്തഫ ഹാജി കെംപി, നൂറുൽ ഹുദയുടെ ട്രഷറർ ഇസ്മായിൽ ഹാജി, KICയുടെ അടക്കമുള്ള പല സ്ഥാപനങ്ങളുടെയും നേതൃനിരയിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ദിബ്ബ ഹാജി, അഭിവന്യരായ അസ്ഗർ അലി തങ്ങൾ അവർകളെ, ആദരണീയരായ വിവിധ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളെ, പ്രിയപ്പെട്ട ഷൗക്കത്ത് ഉസ്താദ്, അഭിവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, യുവ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്റെ പ്രസംഗത്തിന് മുമ്പൊന്ന് എണീറ്റ് നിന്നിട്ടൊരു സലാത്ത് അല്ല അല്ലെ, കുറെ നീണ്ട പ്രസംഗമൊന്നും ഉണ്ടാവില്ല, എന്നാൽ കുറെ സമയമായി ഇരുത്തം ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റേജിലല്ല സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അഭിവന്യരായ ബഹാവുദ്ദീൻ ഉസ്താദ് ഇന്ന് രാത്രി തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അള്ളാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ദീർഘകാലം ദീനിനും ദാറുൽ ഹുദ സംവിധാനങ്ങൾക്കും നേതൃത്വം നൽകാനുള്ള ആയുരാരോഗ്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെയേറെ സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി നൂറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വളരെയധികം ആകാംക്ഷയോടെയും താല്പര്യത്തോടുകൂടെയും കാത്തുകൊണ്ടിരുന്ന ഒരു സുദിനമാണ് ഇന്ന് സമാഗതമായിരിക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കർണാടകയിൽ തുടക്കം കുറിച്ച ദാറുൽ ഹുദയുടെ രണ്ടാമത്തെ സ്ഥാപനമായ നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി, നൂറുൽ ഹുദയുടെ പ്രചരണ സംഗമത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരുപാട് ഹുദവി ഉസ്താദുമാരടക്കമുള്ള മലയാളികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് നമ്മെ സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കർണാടകക്കാർ എന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം അവരെയും സഹിക്കാനും
അനുഭവിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രഭാഷകരെയും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ആലിമീങ്ങളെയും ആദരിക്കുകയും കേരളത്തിൽ വളർന്നു വരുന്ന സ്ഥാപനങ്ങളെ മുഴുവനും സ്വന്തം മുറ്റത്തെ സ്ഥാപനം പോലെ അല്ലെങ്കിൽ സ്വന്തം വീട് പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പണ്ഡിത നേതൃനിരയെ വാർത്തെടുക്കേണ്ടതിന്റെ അനിവാര്യതയിൽ നിന്നാണ് നൂറുൽ ഹുദയും ദാറുന്നൂറും ഒക്കെ പിറവികൊള്ളുന്നത്. അല്ലെങ്കിലും ഭാഷ നമ്മൾക്ക് പരിമിതി ആവാനും പാടില്ല. ഭാഷകൾ നമ്മൾക്ക് മുമ്പിൽ മതിൽക്കെട്ടുകൾ തീർക്കാനും പാടില്ല. മലയാളം ഒരു ഭാഷയാണെന്നതുപോലെ കന്നഡയും ഒരു ഭാഷയാണ്. ഇത് രണ്ടുമല്ലാത്ത ഒരുപാട് ഭാഷകൾ. ഇന്നലെ ബഹാവുദ്ദീൻ ഉസ്താദ് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, അതിർത്തി പ്രദേശങ്ങളിൽ ഭാഷകളുടെ എണ്ണം കൂടും. കാസർഗോഡ് അങ്ങനെയാണ്. സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ദാറുൽ ഹുദയുടെ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇനിയും ഒരു പുതിയ സ്ഥാപനം ഈ സമുദായത്തിന് ആവശ്യമുണ്ടോ? ന്യായമായ ചോദ്യമാണ്. ഇനിയും ഉമ്മത്തിന് ഒരു സ്ഥാപനത്തിന്റെ ഭാരം കൂടി ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ? ഈ സമുദായത്തിന് ഒരു സ്ഥാപനം കൂടി കൂടുതലായിട്ട് പുതിയതായിട്ട് ആവശ്യമുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഞാൻ കൂടുതൽ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സാന്ദർഭികമായിട്ടൊരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്കൊക്കെ ഒരു കവർ തരും. ആ കവറിൽ ഒരു കടലാസും ഒരു പേനയുമുണ്ട്. സാധാരണ പരിപാടി നടത്തിയാൽ പരിപാടിയുടെ ചെലവിന് വേണ്ടിയാണ് കവർ തരാറുള്ളതെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നൽകുന്ന ഒരു രൂപ പോലും ഈ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി എടുക്കില്ല. അത് സംഘാടകർ നേരത്തെ തന്നെ അതിനു വേണ്ട ചെലവിന് വേണ്ട വഴികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഓരോരുത്തരും ഓരോ ചെലവ് ഏറ്റെടുത്തപ്പോ ഈ പരിപാടിയുമായി അനുബന്ധമായിട്ട് ബഹാവുദ്ദീൻ ഉസ്താദും അഭിവന്യരായ കുമ്പോല് തങ്ങളും ഈ വിനീതനൊക്കെ നാട്ടിൽ വന്നതാണ്. വലിയ ഒരു ചെലവ് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മുഴുവനും സംഘാടകർ എടുത്തിട്ടുണ്ട്. സന്തോഷത്തോടുകൂടെ പറയാനുള്ളത്, ഈ മാസം ഒക്ടോബർ 29 നൂറുൽ ഹുദയുടെ പുതിയ ക്യാമ്പസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 29 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ഇവിടുന്ന് തരുന്നത് എന്താണോ അത് പൂർണ്ണമായിട്ടും നൂറുൽ ഹുദയുടെ സ്ഥാപന നിർമ്മാണത്തിനു വേണ്ടി ഒരു ജാരിയായ സ്വതക്കയായിട്ടാണ് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കടലാസിൽ നൂറുൽ ഹുദയുമായിട്ട് സഹകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും ചേർത്താൽ സംഘാടകർ നിങ്ങളെ ബന്ധപ്പെടും. കേവലം ഒരു കടലാസ് വാങ്ങിയിട്ട് ലാഘവത്തോടുകൂടെ ചുരുട്ടിക്കളയരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 90 കുട്ടികൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 19 2015 ഓഗസ്റ്റ് 19 നൂറുൽ ഹുദ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ന് ഒക്ടോബർ 14 ആവുമ്പോൾ മാടന്നൂർ 90 കുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്കാണ് നിങ്ങൾ നൽകുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ജാരിയായ സ്വതക്ക വിനിയോഗിക്കപ്പെടുക എന്ന നല്ല നിയ്യത്തോടുകൂടെ ഈ ആഴ്ചയിലെ വീക്കെൻഡിൽ സ്പെഷ്യലായിട്ട് കഴിക്കാൻ വിചാരിച്ചിരുന്ന പാർട്ടി ഫുഡ് ഒന്ന് കുറച്ചാലും കുഴപ്പമില്ല, നാളെ ആഖിറത്തിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ എന്ന നല്ല നിയ്യത്തോടുകൂടെ നിങ്ങൾ ഒന്ന് മനസ്സുവെച്ചാൽ ഈ വലിയ സദസ്സ്, ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സദസ്സാണ്. നമ്മളൊന്ന് താങ്ങിക്കൊടുത്താൽ, ഒറ്റക്ക് വീടുണ്ടാക്കുന്നവരാ നമ്മള്, 80 ലക്ഷത്തിന് ഒറ്റക്ക് കാറ് വാങ്ങുന്നവരാ നമ്മള്, ഒറ്റക്ക് പലതും ചെയ്യുന്നവരാ നമ്മള്, ഭൂമി വാങ്ങുന്നവർ, ഭൂമി കൊടുക്കുന്നവർ. നമ്മൾക്ക് ഒറ്റക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഒരു സംഘത്തിന് ഒരു സ്ഥാപനം ഒരു ഭാരമേ ആവില്ല. അള്ളാഹു എളുപ്പത്തിൽ അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സാധാരണ ഒരു കവർ ലഭിക്കുന്ന ലാഘവത്തോടുകൂടെ കാണരുത് എന്ന് ആമുഖമായും നിങ്ങളോട് വളരെ താഴ്മയോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. ദുബായിലെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചുപോയി 29 തറക്കല്ലിടുമ്പോ ആ വരാനിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്ക് ഈ കവർ മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, തുടർന്ന് നൂറുൽ ഹുദയുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സഹകരിക്കാൻ പറ്റുക ആ തരത്തിൽ
സഹകരിക്കുന്ന ഒരു സംവിധാനം, നല്ല ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു പറ്റം പ്രവർത്തകന്മാർ. അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ നേരത്തെ പറഞ്ഞു. സെക്രട്ടറി ഒരു CA-കാരനാണ് എന്ന് പറഞ്ഞാൽ അഭ്യസ്ത വിദ്യരായ ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് എന്നത് നൂറുൽ-ഹുദയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അള്ളാഹു കാര്യങ്ങൾ വിജയമാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ആ കവർ പെട്ടെന്നൊന്ന് കൊടുത്ത് തീർക്കിട്ടോ, പിന്നെ അവര് സൗകര്യം പോലെ ചെയ്തോളൂ. അസ്വർ അലി തങ്ങളെ കൊണ്ട് കവർ ഉദ്ഘാടനം ചെയ്യിക്കണോ? വേണ്ട. നമുക്കൊരു തങ്ങളുണ്ട്, സാധാരണ തങ്ങന്മാരെ പോലെയല്ല, ഇങ്ങോട്ട് നിരന്തര പൈസ തരുന്ന തങ്ങളാണ്. അപ്പോ ഈ കവറും ഇൻഷാ അല്ലാഹ് അസ്വർ അലി തങ്ങള് കവറിലൊരു സംഖ്യ ഇട്ടുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ ഗൗരവാധ്യക്ഷനായ അഭിവന്യരായ കൊമ്പോല് സെയ്ദ് KS അലി തങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ആ ഒരു ചടങ്ങും ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയരായ തങ്ങളെയും, അപ്പോഴേക്കും വിതരണം കഴിഞ്ഞല്ലോ കവറ്. ആ കവറില് നിങ്ങൾ എന്താണോ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സംഖ്യ കവറിൽ നിക്ഷേപിക്കുക. തുടർന്ന് നൂറുൽ-ഹുദയുമായി നിങ്ങൾ സഹകരിക്കാൻ സന്നദ്ധനാണ് എന്നതിനാണ് ആ ഫോമിൽ നിങ്ങളെ പേരും ജസ്റ്റ് ഫോൺ നമ്പറും ഉണ്ടെങ്കിൽ അവര് നിങ്ങളെ ബന്ധപ്പെടും ഇൻഷാ അല്ലാഹ്. അപ്പൊ പേരും ഫോൺ നമ്പറും ആ കടലാസിൽ എഴുതുക. കവറിൽ ഒരു നല്ല സംഖ്യ ഇട്ടുകൊണ്ട് കവറ് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. പ്രഗത്ഭരായ ഒരുപാട് ഹുദവി ഉസ്താദുമാരും ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കാര്യമൊക്കെ വളരെ എളുപ്പമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോ ആ ഫണ്ട് അഭിവന്യരായ സയ്യിദ് അസ്ഗർ അലി തങ്ങൾ ആദരണീയരായ അലി തങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഇരുവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. തങ്ങളെ പേരിരിക്കും. പരിപാടിയുടെ അവസാനം ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതും കൂടി കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ പെട്ടെന്ന് ബൈൻഡപ്പ് ചെയ്യും. സ്ഥാപനത്തിലെ കുട്ടികളുടെ സ്പോൺസർഷിപ്പോ അതുമായി ബന്ധപ്പെട്ട ചെലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിട്ടില്ല. സ്ഥാപനത്തിലെ കുട്ടികളുടെ ചെലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും അൽഹംദുലില്ലാഹ് ഇപ്പൊ നാട്ടിൽ അത് നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചെലവിന്റെ അല്ല, ഇപ്പൊ ക്യാമ്പസാണ് നമ്മളെ മുമ്പിലുള്ള പ്രധാന അജണ്ട. അപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ്, അതുപോലെ ഒരു റൂമിന് വരുന്ന ചെലവ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് തന്ന സ്ലിപ്പിലുണ്ട്. അപ്പൊ ഒരു റൂമൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സുൽത്താൻ ഹാജി എന്ന് പറയുന്ന കർണാടകയിലുള്ള ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ പോയപ്പോ വളരെ സന്തോഷത്തോടുകൂടെ ഒരു റൂം അദ്ദേഹം ഏറ്റെടുത്തു. ഞങ്ങൾ വന്നതിന് ശേഷം വേറെ ഒരു സുഹൃത്തും, അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്നത് എന്താണോ അതും ആ സ്ലിപ്പിൽ എഴുതാനുള്ള ഓപ്ഷൻ അങ്ങനെ ഉണ്ട്. എല്ലാവർക്കും കവർ കൊടുത്തു കഴിഞ്ഞോ?
അപ്പൊ പരിപാടിക്ക് വന്നിട്ട് വലിയൊരു ഭാരമായി എന്ന് വിചാരിക്കരുത്. നാളെ ആഖിറത്തിൽ ഓർക്കുമ്പോ ഈ സംഘാടകരെയൊക്കെ നന്ദിയോടുകൂടെ ഓർക്കാനുള്ള ഒരു ചുറ്റുപാട് അള്ളാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. ആഖിറത്തിലേക്ക് ബാക്കി ഉണ്ടാവുന്നത് അതാണല്ലോ. നൂറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം പെട്ടെന്ന് ചുരുക്കും. നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടെ ആലോചിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മളെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒന്ന് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടാണ്. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അതിനുവേണ്ട പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ലോ കമ്മീഷൻ ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ പറ്റി രാജ്യത്തെ പൗരന്മാർക്ക് എന്താ പറയാനുള്ളത് എന്ന അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിന്റെ ചിത്രങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. ഇത്തരം ആപൽക്കരമായ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടും നയങ്ങളും എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി വളരെയേറെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യയും എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചിരുന്നാൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വം ഇന്ത്യ രാജ്യത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഇല്ലാതാകാൻ വേണ്ടി പോകുന്ന ഒരു ആപൽ സന്ധി നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന അധിക ആളുകളും കേരളവുമായി ബന്ധപ്പെട്ടവരാണ്. കേരളവുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെട്ട ആളുകളാണ് ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾ. കേരളത്തിൽ നമ്മൾ നേടിയെടുത്ത വൈജ്ഞാനികമായ അഭിവൃദ്ധിയെപ്പറ്റി, വിദ്യാഭ്യാസ രംഗത്തെ വലിയ നേട്ടങ്ങളെപ്പറ്റി നമ്മൾ നിരന്തരം സംസാരിക്കാറുണ്ട്. നേരത്തെ ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണ സദസ്സ് നിശബ്ദമായിട്ട് കേട്ടുനിന്നത്. ദാറുൽ ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടങ്ങളെപ്പറ്റി ബഹാവുദ്ദീൻ ഉസ്താദ് പറയുമ്പോൾ നമ്മൾ അഭിമാനത്തോടു കൂടെ കേട്ടിരുന്നു. ഈ അവസരത്തിൽ തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിലെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് ഇന്ന് എടുത്തു പറയാൻ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിൽ, ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അതിന്റെ കീഴിൽ വ്യത്യസ്തങ്ങളായ 27 സ്ഥാപനങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ സ്ഥാപനങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് പട്ടിക്കാട് ജാമിയ നൂരിയയാണ്. ജാമിയ നൂരിയയുടെ കീഴിൽ ഇന്ന് 40-ലേറെ വരുന്ന സ്ഥാപനങ്ങൾ ജൂനിയർ കോളേജുകളായിട്ട് കേരളത്തിൽ, കർണാടകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു വ്യത്യസ്തമായ പഠന സംവിധാനമാണ് വാഫി കോളേജ് എന്ന് പറയുന്നത്. ഈ വാഫി കോളേജുകൾ കേരളത്തിലും കർണാടകയിലല്ല കേരളത്തിലും മാത്രം 40-ലേറെ വാഫി കോളേജുകളുണ്ട്. നന്ദി ദാറുസലാം അറബി കോളേജിന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞു. കടമേരി റഹ്മാനിയ എന്ന് പറയുന്നത് വേറെ ഒരു സ്ഥാപനമാണ്. ഞാനീ പറയുന്നത് സമസ്തയുടെ കീഴിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഈ വിനീതം പഠിച്ച മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് വലിയൊരു സ്ഥാപനമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ കണക്കൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3 കോടിയിൽ അധികമാണ്. 3 കോടി സംതിങ്. ഈ 3 കോടിയിൽ ഏകദേശം 80 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ട്. ഈ 80 ലക്ഷത്തോളം മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം സുന്നികളാണ്. ആ സുന്നികളിൽ മൃഗീയ ഭൂരിപക്ഷമുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പിൻപറ്റുന്ന ആളുകൾക്കാണ്. ഈ സമസ്തയുടെ അനുയായികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ 80 ലക്ഷം മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ 100-ലേറെ വരുന്ന വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളും ഒരു യൂണിവേഴ്സിറ്റിയുമുണ്ട്. ഈ ഭീമമായ കണക്കുകളുടെ മുമ്പിൽ അവിടെയാണ് നേരത്തെ ചോദ്യം പ്രസക്തമാവുന്നത്. ഇനി ഒരു സ്ഥാപനം ആവശ്യമുണ്ടോ? കേരളത്തിൽ ആവശ്യമില്ല എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. എന്നാൽ കർണാടകയെ പറ്റി നമ്മളൊന്ന് പഠിക്കുമ്പോ കർണാടകയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 6.5 കോടിയിൽ മേലെയാണ്. 6.5 കോടിയിലധികമാണ് 2011 സെൻസസ് പ്രകാരം കർണാടകയിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. 6.5 കോടിയിലധികം ജനങ്ങളുള്ള കർണാടകയിൽ 13% വരുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മുസ്ലിം പോപ്പുലേഷൻ കർണാടകയിൽ 13% എന്ന് പറഞ്ഞാൽ 6.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് 70 ലക്ഷത്തോളം മുസ്ലിങ്ങൾ കർണാടകയിലുണ്ട്. നേരത്തെ കണക്കും ഇതൊന്നും നമ്മളൊന്ന് ടാലി ചെയ്തു നോക്കണം.
കേരളത്തിലെ 70 ലക്ഷം മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റിയും ജാമ്യയ്ക്ക് കീഴിൽ 45 സ്ഥാപനങ്ങളും വാഫി സംവിധാനത്തിൽ CIC-യുടെ കീഴിൽ 40-ലേറെ സ്ഥാപനങ്ങളും പിന്നെ നന്ദി, ദാറുസലാമും കടമേരിയും MIC-യും അടക്കമുള്ള വിവിധങ്ങളായ സംവിധാനങ്ങൾ. ഇതിനു പുറമെയല്ലേ നേരത്തെ പറഞ്ഞ മദ്രസ സംവിധാനത്തിന്റെ ഏറ്റവും മനോഹരമായ ദർസ് സംവിധാനങ്ങൾ. ഇത് മുഴുവനുമുള്ളത് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ വിദ്യാഭ്യാസപരമായ മേന്മക്ക് വേണ്ടിയാണ്. വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ നമ്മളെ സ്ഥാപനത്തിൽ കേരളത്തിൽ വന്നിട്ട് കർണാടകയിൽ നിന്ന് പഠിച്ചു പോകുന്നുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ കർണാടകയിലെ 60 ലക്ഷത്തിലേറെ വരുന്ന മുസ്ലിം ഉമ്മത്തിനെ നമ്മൾക്ക് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാവുക? ഈ 60 ലക്ഷത്തിൽ വലിയൊരു ശതമാനം ഹനഫികളാണ്. ഹനഫി മദ്ഹബുകാരായതുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ലല്ലോ, അല്ല എന്ന് നമ്മൾ വരുന്നില്ലല്ലോ. ഹനഫി മദ്ഹബുകാരായതുകൊണ്ട് അവർ നമ്മുടെ വൃത്തത്തിന് പുറത്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് അവരെ എന്ന് നമ്മൾക്ക് പറയാനാവോ? ഈ 60 ലക്ഷം മുസ്ലിങ്ങളുടെ സ്ഥിതി എന്താ കർണാടകയിൽ? ഒരു തീപ്പൊരി ഉണ്ടാകുമ്പോഴേക്കും ഒരു ചെറിയ വരസിലുണ്ടാവുമ്പോൾ ആളിക്കത്താൻ വെമ്പുന്ന വർഗീയതയുടെ കാർമേഘങ്ങൾ എപ്പോഴും നിഴലിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ഉദ്യോഗസ്ഥവരുടെ മുമ്പിൽ പോയിട്ട് താണ് കേണപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി കേരളത്തിൽ നിന്ന് വരുമ്പോ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്കിത് മനസ്സിലാവില്ല. ഇതൊന്നും മനസ്സിലാവണമെങ്കിൽ ദക്ഷിണ കന്നഡയുടെ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞ മേഖലയിലൊക്കെ ഒന്ന് ചെല്ലണം. നമ്മുടെ ദയനീയമായ സ്ഥിതിയെ പറ്റിയാ പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എന്റെ നാട്ടിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സമാധാനിക്കാൻ പറ്റില്ല. മുഅ്മിനീങ്ങൾ ഇഖ്വ, എല്ലാവരും ഏക സഹോദരങ്ങളെ പോലെയാണ്. അവരുടെ വേദന നമ്മുടെ വേദനയാ, അവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളാണ്, അവരുടെ ഇല്ലായ്മ നമ്മുടെ ഇല്ലായ്മയാണ്. കർണാടകയിൽ എടുത്തു പറയാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു ദാറുന്നൂർ, കാശിപ്പട്ടണത്ത് ത്വാഖ ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്ന സ്ഥാപനം 3-ാമത്തെ വയസ്സിലാണ്. ഇനി അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഈ സമൂഹത്തിന്റെ സേവന മേഖലയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇനിയും ഒരു 9 വർഷം കാത്തു നിൽക്കണം. പിന്നെ പറഞ്ഞു സിർസിയിൽ ഒരു സ്ഥാപനം വന്നു എന്ന്. ആ സ്ഥാപനം 4 മാസം പ്രായമാവുന്നതേ ഉള്ളൂ. പിന്നെ പറഞ്ഞു നൂറുൽ ഹുദ എന്ന്. നൂറുൽ ഹുദക്ക് 2-ാമത്തെ വയസ്സിലേക്ക് കടക്കുകയാണ്. ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം കർണാടകയിൽ ഇല്ല മുസ്ലിം ഉമ്മത്തിനെ പ്രതിനിധീകരിക്കാൻ. കന്നഡ എന്നതൊരു ഭാഷയല്ലേ? മലയാളം 3 കോടി സംസാരിക്കുമ്പോ 6 കോടി ജനങ്ങൾ രാജ്യത്ത് കന്നഡ സംസാരിക്കുന്നുണ്ട്. 6.5 കോടി ജനങ്ങൾ. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മളെ ഉത്തരവാദിത്വത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൽ വന്ന് പഠിച്ചു പോകുന്ന ആലിമ്യങ്ങൾക്ക് പലപ്പോഴും കന്നഡയിൽ വേണ്ടതുപോലെ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കന്നഡ ഭാഷയിൽ മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നവർ വളരെ കുറവാണ്. അവർ കർണാടകക്കാരാണെങ്കിൽ പോലും പഠിച്ചത് കേരളത്തിലായതുകൊണ്ട് മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യും. എന്നാലോ നമ്മൾ കന്നഡ പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് കന്നഡ പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ബിരുദം നൽകുന്ന ഒരു സ്ഥാപനം കർണാടകത്തില്ല. നേരത്തെ പറഞ്ഞു KIC വളരെ നേരത്തെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് അൽഹംദുലില്ലാ പ്രവാസികളായ ഗൾഫുകാരായ ഇവിടുത്തെ ഗൾഫ് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ താല്പര്യമുണ്ടായപ്പോ ആ സ്ഥാപനം ഇന്ന് അൽഹംദുലില്ലാ മുന്നോട്ട് പോവാണ്. ഏതാനും ചില ബാച്ചുകൾ അവിടുന്ന് പുറത്തിറങ്ങി. വിരലിൽ എണ്ണാവുന്ന കൗസരികൾ. അവരിൽ ഒരു കൗസരിയെ പിടിച്ച് SKSSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആക്കി എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് കന്നഡയിൽ പ്രസംഗിക്കുമ്പോ അനീസ് കൗസരി കർണാടക സ്റ്റേറ്റ് SKSSFന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു വന്നത് കന്നഡ ഒരു മീഡിയമാണ്. രാജ്യത്തെ 7 കോടിയോളം ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു മാധ്യമമാണ്. അവിടെയാണ് ദിഷണാശാലിയായ മഹാപണ്ഡിതൻ നമ്മളെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ വരദാനമെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ജാടകളില്ല, കൊണ്ടാട്ടങ്ങളില്ല, പ്രകടനപരതയില്ല. അള്ളാഹു നൽകിയ ഇൽമ് ദീനിനു വേണ്ടി ഏറ്റവും മനോഹരമായിട്ട് സമർപ്പിച്ചു പോകുന്ന മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ CH ഉസ്താദിന്റെ കൂടെ, MM ബഷീർ ഉസ്താദിന്റെ കൂടെ, ബാപ്പുട്ടി ഹാജിയുടെ കൂടെ മുസ്ലിം ഉമ്മത്തിന്റെ പിൽക്കാല ചരിത്രത്തിൽ നിർണായകമായ അടയാളപ്പെടുത്തലായിട്ട് മാറിയ ദാറുൽ ഹുദയുടെ സംസ്ഥാപനത്തിൽ അതിന്റെ ശില്പികളിൽ ഒരാളാവാൻ ചരിത്ര നിയോഗം പോലെ സൗഭാഗ്യം ലഭിച്ച മഹാൻ. ദാറുൽ ഹുദയെ പറ്റി നേരത്തെ ബഹാവുദ്ദീൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, കർണാടകയാണ് ഇനി ദാറുൽ ഹുദയുടെ ലക്ഷ്യമെന്ന് 2 വർഷം മുമ്പ് സൗദിയിൽ വെച്ചുകൊണ്ട് ബഹാവുദ്ദീൻ ഉസ്താദ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ദാറുൽ ഹുദയുടെ ഫോക്കസ് കർണാടകയിലാണ്. ആ വാക്ക് പറഞ്ഞതിന് ശേഷം 3 സ്ഥാപനങ്ങൾ കർണാടകയിൽ വന്നു. ഒന്ന് ദാറുൽ ഹുദ നേരിട്ട് നടത്തുന്നു,
മറ്റു 2 സ്ഥാപനങ്ങൾ കർണാടകയിലുള്ള അവിടെയുള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനീ പറഞ്ഞ ഭീമമായ യാഥാർത്ഥ്യം നമ്മൾക്ക് എങ്ങനെയാ വിസ്മരിക്കാനാവുക? ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിൽ ഒന്ന് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. ഈ കർണാടക ഏതാണെന്ന് നമ്മൾ അറിയണം. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം പറയുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ ചരിത്രം പറയുമ്പോഴും നമ്മൾക്ക് എല്ലാ കാലത്തും ആവേശമായിട്ട് പറയാനുള്ള ടിപ്പുവിന്റെ നാട്, ഹൈദറിന്റെ നാട് റളിയല്ലാഹു അൻഹുമ, 2 വലിയ വലിയ ഭരണാധികാരികൾ മൈസൂർ ആസ്ഥാനമായിട്ട് ഭരിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത് എവിടെ മുസ്ലിം ഭരണം നടന്നിട്ടുണ്ടോ ആ ഭരണത്തിന്റെ പിന്തുടർച്ചയെ ചരിത്രത്തിൽ നിന്ന് തേച്ചു മാച്ച് ഇല്ലാതാക്കാൻ വേണ്ടി നിതാന്ത ജാഗ്രത കാണിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം. 800 വർഷത്തോളം കാബൂൾ മുതൽ ഡെക്കാൻ വരെ പ്രവിശാലമായ ഇസ്ലാമിക ഭരണകൂടം, മുസ്ലിം ഭരണം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക ഭരണം എന്ന് പറയാനാവില്ല, മുസ്ലിം ഭരണം. ഒരു കാലത്ത് വലിയ ഖാജമാരും നവാബുമാരും രാജാക്കന്മാരും വസീറുമാരും എല്ലാം ഈ സമുദായത്തിന്റെ പ്രതിനിധികളായിരുന്നു. എന്താ ബാക്കിയുണ്ടായത്? ഒന്നും ബാക്കിയുണ്ടായില്ല. ആസൂത്രണ കമ്മീഷനിൽ അംഗമായിട്ടുണ്ടായിരുന്ന, സച്ചാർ കമ്മീഷനിൽ അംഗമായിട്ടുണ്ടായിരുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ അദ്ദേഹം പറഞ്ഞുവല്ലോ, ഒരു കാലത്ത് മിസാലെ റാഹ് വഴികാട്ടികളായിരുന്ന ഒരു സമുദായം കാലം കഴിഞ്ഞപ്പോ രാഹ്കി പത്തർ വഴിയിലെ കല്ലുകളായിട്ട് മാറി. ഞാൻ കണക്കുകളൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തെ മുസ്ലിം പ്രാതിനിധ്യത്തെ പറ്റി പറയുന്ന ഞെട്ടിക്കുന്ന ഭീകരമായ കണക്കുകൾ. കർണാടകയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉദ്യോഗ തലത്തിൽ എത്ര ഉണ്ട്? 12% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി കർണാടക ഗവൺമെന്റ് ഈ അടുത്ത കാലത്തായിട്ട് റിസർവേഷൻ ഏർപ്പെടുത്തി. 2 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള മുസ്ലിങ്ങൾക്ക് 4% റിസർവേഷൻ. 4% നമ്മൾ മനസ്സിലാക്കണം. 12%-ലധികം മുസ്ലിങ്ങളുണ്ട്. അവിടെ 4%. ഈ 4% പോലും സച്ചാർ കമ്മീഷൻ പറഞ്ഞു വലിയ നേട്ടമാണ്. എന്തുകൊണ്ട്? രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതില്ല. കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്. അത് വലിയ നേട്ടമാണ്. ഉദ്യോഗ തലങ്ങളിൽ ഇനി രാഷ്ട്രീയ നേതൃത്വത്തിലാണെങ്കിലോ ഏതാനും ചില മുസ്ലിം പേരുകൾ ഉണ്ടാവും. സമുദായത്തിന്റെ താല്പര്യം ആ പേരില്ലാതിരിക്കലായിരുന്നു ഖൈർ എന്നാണ്. കാരണം മുസ്ലിം പേരായി മുസ്ലിങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അഭാവം, അതുകൊണ്ടുണ്ടാവുന്ന ദുരന്തം എന്താ വിശദീകരിക്കേണ്ടതില്ല. വ്യവസായ രംഗത്താവട്ടെ, ഇനി ഏത് മേഖലയിലാവട്ടെ, എടുത്തു പറയാൻ പറ്റുന്ന നേതൃനിരയിലൊന്നും മുസ്ലിം സാന്നിധ്യം ഇല്ലാതെ പോയി. എന്തുകൊണ്ടില്ലാതെ വന്നു? കർണാടകയിലെ പല സ്ഥലങ്ങളിൽ പോയാൽ പോലീസ് സ്റ്റേഷൻ പോലും നാട്ടുരാജ്യങ്ങളെ പോലെ ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുമ്പോ എന്തുകൊണ്ടിത് വന്നു? ഇനി ഇതിൽ കയറുമ്പോ ഗണപതിയെ തൊഴുതിട്ട് മാത്രം പള്ളിയിൽ കയറുന്നവർ, പള്ളിയുടെ മെഹ്റാബിൽ ഗണപതിയെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചവർ, വീട്ടുമുറ്റത്തെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് പാല് കൊണ്ടുപോയി ഒഴിച്ചിട്ട് അതിന്റെ പുണ്യം നേടുന്നവർ, അവരൊക്കെ മുസ്ലിം. അവർ സമുദായത്തിന്റെ പേരിൽ സമുദായത്തിന്റെ ആളാണ്, നമ്മളെ സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. പ്രവാസത്തിന്റെ ഈ വേദനകൾക്കിടയിലും ഈ വലിയ വേദനകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾക്ക് ഒരു ശ്രദ്ധ ഉണ്ടാവുക എന്നത് നമ്മളെ ഉത്തരവാദിത്തമല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വർഷം തന്നെ നൂറുൽ ഹുദയിൽ 190-ലേറെ വരുന്ന കുട്ടികളാണ്. കേരളത്തിൽ ദാറുൽ ഹുദ കഴിച്ചാൽ മറ്റൊരു സ്ഥാപനത്തിലും അത്രയും അഡ്മിഷന് വേണ്ടി കുട്ടികൾ വന്നില്ല. ഈ 190-ലേറെ വരുന്ന ആളുകൾ, അവർക്ക് വേണ്ടതെന്ന നൂറുൽ ഹുദയിൽ അഡ്മിഷൻ വേണം. 40-45 മാക്സിമം, അതിനപ്പുറത്ത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ രക്ഷിതാക്കളൊക്കെ കൂടിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫീസ് വാങ്ങിയിട്ട് ഞങ്ങളെ മക്കളെ പഠിപ്പിച്ചോളൂ. അതിനുള്ള സൗകര്യം പോലും നമ്മളെ കയ്യിലില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നാളെ റബ്ബിന്റെ മുമ്പിൽ ഈ മക്കൾ പിഴച്ചുകൊണ്ട് വരുമ്പോ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ മുമ്പിൽ ചെന്നിട്ട് കേണപേക്ഷിച്ചതാ, അവസരം തന്നിട്ടില്ല റബ്ബേ എന്ന് ഈ തലമുറ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തു മറുപടിയാ നമ്മൾക്ക് ഉണ്ടാവുക? എന്തു മറുപടിയാ? ഓരോ തലമുറയും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. 30 വർഷങ്ങൾക്കപ്പുറത്ത് മതവും ഭൗതികവും ഒന്നിച്ചു പഠിപ്പിക്കുക എന്നത് വലിയ വലിയ സ്വപ്നമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്വപ്നം. എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു മൃഗീയ ഭൂരിപക്ഷം. ആ ജനതയിൽ നിന്നുകൊണ്ടാണ് വരാനിരിക്കുന്നത് വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണ്.
അവിടെ അള്ളാന്റെ ദീന് പറയണമെങ്കിൽ കാലഘട്ടത്തോട് സംവദിക്കാൻ പറ്റുന്ന പണ്ഡിത തലമുറ വേണമെന്ന് ഏറ്റവും വലിയ കാലത്തിന്റെ ചുവരെഴുത്തു വായിക്കാൻ മഹാനായ എം ബഷീർ ഉസ്താദിനും CH ഹൈദ്രോസ് ഉസ്താദിനും ബാപ്പുട്ടി ഹാജിക്കും ഒക്കെ സാധ്യമായത് 30 വർഷങ്ങൾക്കപ്പുറത്ത് ദാറുൽ മാനിപ്പാടത്ത് മണ്ണിട്ട് നിവർത്തുമ്പോ ആളുകൾ പറഞ്ഞു, ചെമ്മാട്ടെ ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന വൈദ്യ ആയുർവേദ ഡോക്ടർ ബാപ്പുട്ടി ഹാജിയെ നോക്കിയിട്ട് ആളുകൾ പരിഹസിച്ചിരുന്നു. അത്ര ഇയാൾക്ക് ഭ്രാന്താണ്. വലിയ വയല്, 2 ആൾ താഴ്ചയുള്ള വയൽ മണ്ണിട്ട് നികത്തിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമെന്ന് പറഞ്ഞു. ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോഴും മനസ്സിൽ കണ്ട ഉദാത്തമായ ലക്ഷ്യത്തിന്റെ മുമ്പിൽ എല്ലാ വിമർശനങ്ങളെയും നൂഹ് നബി മലയുടെ മുകളിൽ മലപ്പുറത്ത് കപ്പലുണ്ടാക്കിയപ്പോ ആളുകൾ കളിയാക്കിയിരുന്നു. വരാനിരിക്കുന്ന തൂഫാനിൽ ജനതയെ മുന്നോട്ട് നയിക്കേണ്ട കപ്പലാണ് താൻ ഉണ്ടാക്കുന്നതെന്ന ബോധ്യമുണ്ടാവുമ്പോ നൂഹ് നബിക്ക് അതിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. മണ്ണിട്ട് നിവർത്തും ആളുകൾ ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോ ബാപ്പുട്ടി ഹാജി തിരിച്ചു മറുത്തൊരു വാക്ക് പറയാതെ അക്ഷീണ പ്രയത്നം തുടർന്നു. 86-ൽ ദാറുൽ തുടങ്ങി. മാനിപ്പാടത്ത് നിന്ന് മാമലകളും മണലാരണ്യവും കടന്ന് ഇന്ന് രാജ്യത്തിന്റെ ലോകത്തിന്റെ ദിഗന്ധങ്ങളിൽ ഉദവി സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടെ പറയുമ്പോ ഈ നേട്ടത്തിന്റെ പിന്നിലുള്ള ഒരു ത്യാഗത്തെ, ഒരു അർപ്പണത്തെ, ഒരു സ്വയം സന്നദ്ധതയെ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയാതെ പോവുക? ദാറുൽ ഒരു പുതിയ സംസ്കാരം തുടങ്ങി വെച്ചു, ഒരു പുതിയ രീതി തുടങ്ങി വെച്ചു. ദർസിൽ മതവിദ്യ മാത്രം പഠിച്ചിരുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ആധുനിക വിദ്യാഭ്യാസവും ഭാഷകളും എല്ലാം കോർത്തിണക്കിയിട്ട് ഒരു പുതിയ സംവിധാനം. ഉമ്മത്ത് അത് സ്വീകരിച്ചു. കഴിവുള്ള ഒരു പറ്റം വിദ്യാർത്ഥികൾ ആ വിജ്ഞാന ഭൂവാടിയിലേക്ക് കടന്നു വന്നു. 12 വർഷം മക്കളെ പഠിപ്പിക്കുകയോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. 12 വർഷം പഠിപ്പിക്കുകയോ? 12 വർഷമൊക്കെ കുട്ടികളെ റെസിഡൻഷ്യലായിട്ട് പഠിപ്പിക്കാൻ രക്ഷിതാക്കളെ കിട്ടുമോ? അവര് മക്കളെ അയക്കുവോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. അവരോടും മറുപടി പറയുന്നതിന് പകരം അക്ഷീണ പ്രയത്നം തുടർന്നു. ഇന്ന് ദാറുൽ മുമ്പിൽ ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ആളുകൾ കാത്തുകെട്ടി നിൽക്കാൻ തുടങ്ങി. മെറിറ്റ് മാത്രമാണ് മാനദണ്ഡം. കഴിവുണ്ടോ? നിങ്ങളെ മക്കൾ പഠിക്കട്ടെ. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി. ഞാൻ നീട്ടി പറയുകയല്ല. ദാറുൽ തീർത്ത ഒരു വിപ്ലവത്തിന് കർണാടകയിൽ ഒരു തുടർച്ച വേണ്ടേ? കർണാടകയിൽ നമ്മൾക്കൊരു തുടർച്ച കണ്ടെത്താനാവണ്ടേ? ഈ രാജ്യത്തെ വേദനിക്കുന്ന 60 ലക്ഷത്തിലേറെ വരുന്ന മുസ്ലിം ഉമ്മത്തിനെ അഭിമുഖീകരിക്കേണ്ട ഒരു ചെറിയ ബാധ്യത, അയൽപ്പക്കത്തിന്റെ ബാധ്യതയെങ്കിലും നമ്മൾക്കില്ലേ? അവിടെയാണ് നൂറുലുദയും ദാറുന്നൂറും ഒക്കെ ഉത്തരമാകുന്നത്. കർണാടകയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കാൻ നമ്മൾക്ക് സാധ്യമാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദാറുൽ ഒരു സ്ഥാപനവും കൈനിറയെ കാശ് വെച്ചിട്ട് തുടങ്ങിയിട്ടില്ല. വലിയ ഇൻവെസ്റ്റ്മെന്റും വരുമാനങ്ങളും കൊണ്ടും ഒരു സ്ഥാപനം തുടങ്ങിയിട്ടില്ല. ദാറുൽ തുടങ്ങി കുറച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോ വലിയ പ്രയാസങ്ങൾ തുടങ്ങി. മുന്നോട്ട് പോകുന്നത് തന്നെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം വന്നു. എല്ലാ റജബ് 27-നും ദാറുൽ ഒരു പ്രാർത്ഥനാ സമ്മേളനം, ഒരു ദുആ സമ്മേളനം നടക്കാറുണ്ട്. മേറാജ് രാവിൽ അതുപോലെ ഒരു ദുആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അള്ളാഹു ആ മഹാന്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് നമ്മളെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി അതാ. ഒരു ശംസുൽ ഉലമയെ തീർക്കാൻ ശരീഅത്ത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോ 1984-ലെ ഷാബാനു കേസിനെ തുടർന്ന് രാജ്യത്തുണ്ടായ അരക്ഷിതാവസ്ഥയ്ക്ക് ശേഷം മുസ്ലിം ശരീഅത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുമ്പോ ദിഷണയുള്ള നേതൃത്വം കൊടുക്കാൻ, രാജ്യത്തെ മുസ്ലിം നേതൃത്വത്തിന് വഴി കാണിച്ചു കൊടുക്കാൻ ഒരു ശംസുൽ ഉലമയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഉമ്മത്തങ്ങേറ്റം ആഗ്രഹത്തോടു കൂടെ നിൽക്കുന്ന നേരത്ത് ഞാൻ ശംസുൽ ഉലമയെ അനുസ്മരിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ ദാറുൽ വന്നു. അള്ളാഹുവിന്റെ ആരിഫ് ദാറുൽ വന്നപ്പോ ബാപ്പുട്ടി ഹാജി ദുആ സമ്മേളനത്തിന് വന്ന ശംസുൽ ഉലമയോട് ദാറുൽ കാര്യത്തിൽ പ്രയാസമുണ്ട്, മുന്നോട്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ്, ചെലവ് കൂടി വരുന്നുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബാപ്പുട്ടി ഹാജി ഒരു വാക്ക് പറഞ്ഞു അത്രേ. അന്ന് ശംസുൽ ഉലമ ബാപ്പുട്ടി ഹാജിയോട് ഒരു വാക്ക് പറഞ്ഞു അത്രേ. എന്താ ശംസുൽ ഉലമ പറഞ്ഞത്? ദാറുൽ ഖുതുബുസ്സമാന്റെ ചാരത്താണ്. ദാറുൽ ഖുതുബുസ്സമാൻ നോക്കിക്കൊള്ളും. ആരാ ഖുതുബുസ്സമാൻ? ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകള് അജ്മീർ പോലെ കൂടുതലായിട്ട് ആളുകൾ സിയാറത്തിന് വരുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിയാറത്തിനെത്തുന്ന ഒരു വലിയ ആത്മീയ കേന്ദ്രം മഹാനായ മമ്പുറന്തങ്ങൾ. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുത്തുബായിരുന്ന മമ്പുറന്തങ്ങൾ. ആ മമ്പുറന്തങ്ങളുടെ മക്ക് പറയുന്നത്
പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ദാറുലുദയുടെ ചാരത്താണ്. അന്ന് ശംസുൽ ഉലമ ഈ വാക്ക് പറയുമ്പോ ദാറുലുദയല്ല മമ്പുറം മക്കാമിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അത് അവരുടെ കുടുംബമായിരുന്നു. ദാറുലുദയും മമ്പുറം മക്കാം ഒരു ബന്ധമില്ലാത്ത സമയത്ത് ശംസുൽ ഉലമ പറഞ്ഞ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നിലകൊള്ളുന്ന സമസ്ത സത്യമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണിത്. ശംസുൽ ഉലമ പറഞ്ഞു, ദാറുലുദയെ കുത്തുബുസ്സമാൻ നോക്കിക്കൊള്ളും. കാലം കഴിഞ്ഞപ്പോ മമ്പുറം തങ്ങളെ കുടുംബം വന്നിട്ട് ദാറുലുദയുടെ മക്കാമിന്റെ ഉത്തരവാദിത്തം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും അവിടെ ആളുകൾ നേരുന്ന നേർച്ചകൾ അത് കൈകാര്യം ചെയ്യാനൊക്കെ ദാറുലുദ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അൽഹംദുലില്ലാ ദാറുലുദയെ താങ്ങി നിർത്തുന്നത് മമ്പുറം തങ്ങളാണ്. ഈ കഴിഞ്ഞ ഉറൂസിൽ വെച്ചിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ദാറുലുദ മമ്പുറം മക്കാമിനെ ഏറ്റെടുത്തു എന്നല്ല പറയേണ്ടത്, ഖുതുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദബീല മമ്പുറം തങ്ങൾ ദാറുലുദയെ ഏറ്റെടുത്തു എന്നാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്. ഇന്നിപ്പോ ദാറുലുദ വിവിധങ്ങളായ പദ്ധതികൾ, നേരത്തെ ഉസ്താദ് എല്ലാം പറഞ്ഞിട്ടില്ല, മഹാരാഷ്ട്രയിൽ സ്വന്തമായിട്ട് 2 കോടിയിലേറെ രൂപ കൊടുത്തിട്ട് ക്യാമ്പസിനുള്ള സ്ഥലം വാങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. ആസാമിലും ബംഗാളിലുമുള്ള വലിയ പ്രൊജക്ടുകൾ, ഇതിനൊക്കെ ദാറുലുദക്ക് ധൈര്യമാവുന്ന ഘടകങ്ങളിൽ ഒന്ന് മമ്പുറം തങ്ങൾ തന്നെയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നൂർലുദ വന്നതും ഒരു നിമിത്തം പോലെ ഔലിയാക്കളുടെ ചാരത്താണ്. കർണാടകയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, പഴയ കാലത്ത് തന്നെ ദർസുള്ള ഒരു നാടാണ് മാടന്നൂർ. പാരമ്പര്യമായിട്ട് ദർസ് നിലനിന്നിരുന്ന, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദർസുകൾ നിലനിന്നിരുന്ന ഒരുപാട് സയ്യിദന്മാരെ നേതൃത്വം കൊടുത്ത ഒരു സ്ഥലം. അവിടെ ഏതോ കാലത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ ശുഹദാക്കൾ അവിടെ കിടക്കുന്നുണ്ട്. നിരവധി അത്ഭുതങ്ങൾ അവിടെ കാണാറുമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെയാണ് ദർസ് ശോഷിച്ചു വന്നപ്പോ ദാറുലുദയുടെ ഒരു സ്ഥാപനം വേണമെന്ന് കമ്മിറ്റിക്കാർ തീരുമാനിക്കുന്നത്. അൽഹംദുലില്ലാ മറ്റു സ്ഥാപനങ്ങളിലൊന്നും കാണാത്ത വിധം അഭൂതപൂർണമായ ഒരു വളർച്ച. ഞാൻ പറഞ്ഞ പോലെ 2015 ഓഗസ്റ്റ് 19 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അന്ന് പ്രഥമ ബാച്ചിന്റെ ക്ലാസ് ഉദ്ഘാടനത്തിന് വന്നത് സമസ്തയുടെ ജനറൽ സെക്രട്ടറി, പാണ്ഡിത്യം കൊണ്ട് ഈ നൂറ്റാണ്ടിനെ വിസ്മയിപ്പിച്ച് കടന്നുപോയ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അല്ലാഹു ആ മഹാന്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ശംസുൽ ഉലമക്ക് ശേഷം ഇനി ആര് എന്ന ഉമ്മത്ത് ഏറ്റവും വലിയ വേദനയിൽ നിൽക്കുമ്പോ അള്ളാഹു ഈ ഉമ്മത്തിന് കനിഞ്ഞേകിയ നേതൃത്വം, വിസ്മയമായിരുന്നു ആ നായകൻ, അത്ഭുതമായിരുന്നു ആ വലിയ മനുഷ്യൻ. ചെറുശ്ശേരി ഉസ്താദാണ് നൂർലുദയിലെ പ്രഥമ ബാച്ചിന് ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. 2ാമത്തെ ബാച്ചിന് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി സമസ്തയെന്നൊരു പൂവാടി സദാ സുഗന്ധ മലർവാടി സുവർഗത്തോപ്പിലെ കണി തേടി സുവർണ പാതയിൽ അവർ കൂടി സുരബില മധുസുമ കൊടി ചൂടി സുരബില മധുസുമ കൊടി ചൂടി സുമധുരശീലുകൾ അവർ പാടി സമസ്തയെന്നൊരു പൂവാടി സദാ സുഗന്ധ മലർവാടി സുവർഗത്തോപ്പിലെ കണി തേടി സുവർണ പാതയിൽ അവർ കൂടി. വിവരമുള്ളവരാ. എന്തിനധികം പറയണം. 945 ഓഗസ്റ്റ് 6-നും 9-നും ലോകത്തിന്റെ തീരാവേദനയായി ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ ബോയിയെ കൊണ്ടുപോയി പതിപ്പിച്ചവർക്ക്
ഊർജതന്ത്രത്തിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മുഴുവനും മനുഷ്യവംശത്തിന്റെ നാശത്തിന് വിനിയോഗിക്കാൻ പോയത് വിവരമില്ലാത്തവരല്ല. വൃദ്ധസദനത്തിലേക്ക് മക്കൾ ഉപ്പയെ ആനയിക്കുന്നവർ പേരിന്റെ കൂടെ ബിരുദത്തിന്റെ കൂമ്പാരം ചേർത്തവരാ. സാധാരണക്കാർ ഉപ്പയെ വൃദ്ധസദനത്തിലേക്ക് അയക്കാറില്ല, ഉമ്മയെ വൃദ്ധസദനത്തിലേക്ക് അയക്കാറില്ല. കേവലം ഔപചാരികമായ വിദ്യാഭ്യാസം, എങ്ങനെ കാശുണ്ടാക്കാം, എങ്ങനെ സമ്പന്നനാകാം, 6 മാസം കൊണ്ട് ഒരു കോഴ്സ് പൂർത്തിയാക്കി 1 വർഷമാകുമ്പോ എങ്ങനെ മില്യണർ ആവാം എന്ന പഠനങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം ഒതുങ്ങിപ്പോകുമ്പോ മനുഷ്യനെ കണ്ടെത്തുന്ന വിജ്ഞാനം, വിദ്യാഭ്യാസം, അറിവ് അപ്ലിക്കേഷൻ ആവുമ്പോഴാണ് ഇൽമ് ഉണ്ടാവുന്നത്. ഇൽമുള്ള ഒരു തലമുറയാണ് നമ്മൾക്ക് വേണ്ടത്. ഇൽമുള്ള ഒരു തലമുറയാണ് വേണ്ടത്. ഏത് വിഷയത്തിലും പക്വതയോടുകൂടെ ഇടപെടാൻ പറ്റുന്ന ഒരു തലമുറ നമ്മൾക്ക് അനിവാര്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നൂറുൽ ഹുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, സ്വാഭാവികമാണ് നിങ്ങളൊക്കെ ഇത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥാപനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ പല സ്ഥാപനങ്ങളെ പറ്റി കേട്ട കൂട്ടത്തിൽ ഒരു കേവലം കേൾവിയായിട്ട് ഒതുക്കാതെ, ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടു കൂടെ ഒരു സദസ്സിൽ ഇരുന്നെണീറ്റ് പോകുന്നതിന് പകരം ഞാനിത് പറയുന്നത് ഞെട്ടിക്കുന്ന ചില കണക്കുകളാ പറഞ്ഞത്, ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാ. ഇനി കർണാടകയിൽ ഇടപെട്ട ആളുകൾക്കറിയാം നമ്മൾ എവിടെ കിടക്കുന്നു. ജുഡീഷ്യറിയിൽ നമ്മൾ എവിടെയാ, പോലീസ് സംവിധാനത്തിൽ നമ്മൾ എവിടെയാ, ഭരണതലത്തിൽ നമ്മൾ എവിടെയാ, ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുണ്ടല്ലോ, സിവിൽ സർവീസിലാണെങ്കിലും മറ്റു മേഖലയിൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. എന്നാൽ കർണാടകയിൽ IAS പുറമെ കർണാടക ഗവൺമെന്റിന്റെ വലിയ പോസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പേരിൽ KS എന്ന് പറയുന്ന ഒരു ബിരുദം കൂടിയുണ്ട്. മത്സര പരീക്ഷകളിലൂടെ നേടിയെടുക്കേണ്ടതാ. അവിടങ്ങളിലൊക്കെ ആരാ എത്തിപ്പെടുന്നത്? SSLC കംപ്ലീറ്റ് ആക്കുന്നവർ കുറവാ. SSLC കഴിഞ്ഞാൽ +2 പോകുന്നവർ കുറവാണ്. +2 ശേഷം ഡിഗ്രിക്ക് പോകുന്നവർ കുറവാണ്. ഓരോ നാട്ടിൽ കണക്കെടുത്തിട്ട് നോക്കിയാൽ ഡിഗ്രി ഹോൾഡേഴ്സ് പോലും വിരലിൽ എണ്ണാവുന്നവരുണ്ടാവുള്ളൂ. എവിടെ അവരൊക്കെ ഉള്ളത്? കൊച്ചിയിലുണ്ട്. വേറെ എവിടെ ഉള്ളത്? അവർ ബാംഗ്ലൂരുണ്ട്. വേറെ എവിടെയാ ഉള്ളത്? അവർ ചെന്നൈയിലുണ്ട്. പിന്നെ എവിടെയാ ഉള്ളത്? തിരിച്ചു വന്നിട്ട് അവർ ഗൾഫിലേക്ക് ചേക്കേറുകയാണ്. ഗൾഫിലെ ഇന്നത്തെ സാഹചര്യം അറിയാം. ഏറ്റവും പ്രതികൂലമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോ വിവരവും വിദ്യാഭ്യാസവും വേണ്ടത്ര ഇല്ലാത്ത ആളുകൾക്ക് പിടിച്ചു നിൽക്കൽ വലിയ വെല്ലുവിളിയായിട്ട് മാറുമ്പോ ഒരുപാട് കുടുംബത്തിന്റെ പ്രതീക്ഷയുമായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. വന്നതുപോലെ അയാൾ തിരിച്ചു പോയാൽ ഒരു കുടുംബത്തിന്റെ കണ്ണീര് കാലാകാലത്തേക്ക്, നമ്മൾ ഒരു നിമിഷത്തെ കോട്ടയടച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഒരു സമൂഹ വിവാഹം നടത്തിയാൽ തീരുന്ന പ്രശ്നമല്ല ഈ സമുദായത്തിൻ്റെത്. ഒരു സമൂഹ സദ്യ തീരുമ്പോ തീരുന്നതുമല്ല ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യ കൊണ്ട് ഉത്ബുദ്ധരാക്കാതെ മറ്റൊന്നുണ്ടായിട്ട് കാര്യമില്ലല്ലോ. വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് ഈ ഉദവി സാന്നിധ്യം അനിവാര്യമാവുന്നത് അവിടെയാണ്. ഉദവികൾക്ക് ചെയ്യാൻ പറ്റുന്നത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. താഴെ തട്ടിലുള്ള വിദ്യാർത്ഥികളെ കൊണ്ടുവന്നിട്ട് അവരെ പഠനത്തിന്റെ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. SSLC കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് എന്ത് കാര്യമാണ് ഉസ്താദേ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പഠിച്ചാൽ ഇന്ന നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഖത്തീബ് പള്ളിയിലുണ്ടെങ്കിൽ ആ നാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? ആ നാട്ടിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവില്ലേ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് സന്നദ്ധമാവില്ലാത്ത ഒരു സമുദായത്തെയും ഒരു ജനതയെയും അള്ളാഹു പരിവർത്തിപ്പിക്കില്ല. മാറ്റമുണ്ടാവണോ? നമ്മൾ സ്വയം സന്നദ്ധമാവണം. നമ്മൾക്ക് അള്ളാഹു തന്ന നിയമത്താണ് ഇവിടെ വരെ വരാനും ലോകത്തെ അറിയാനും ഒരുപാട് ആളുകളെ കാണാനും ലോകത്ത് ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയതെങ്കിൽ ഈ സംവിധാനങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിലും വരുന്ന തലമുറക്ക് കിട്ടട്ടെ. നാട്ടിലുണ്ടാവുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നാട്ടിലെ ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. ഈ സാമൂഹിക സാഹചര്യങ്ങൾ ക്രിമിനലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന SSLC ഒക്കെ പഠിക്കുമ്പോ സഹപാഠിയെ കൊന്ന കൊലയാളിയായിട്ട് മാറുന്ന ഖൈർ ഉമ്മത്തിന്റെ പ്രതിനിധികൾക്ക് ഇൽമിന്റെ വഴികളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവാൻ ഇൽമും തഖ്വയും വറവും വിനയവും എല്ലാം ഒത്തിണങ്ങിയ ഒരു പറ്റം ആലിമ്യങ്ങൾ അനിവാര്യമാണ്. അവിടെയാണ് ദാറുൽ ഹുദ വ്യത്യസ്തമാവുന്നത്. അവിടെയാണ് ദാറുൽ ഹുദ പ്രതീക്ഷ നൽകുന്നത്. കേരളത്തിലൂടെ ദാറുൽ ഹുദ സാധ്യമാക്കിയ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ അക്ഷരാഭ്യാസത്തിന്റെ ഈ വലിയ നേട്ടങ്ങൾ ആ ജനതയിലൂടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തട്ടെ. ദാറുൽ ഹുദയുടെ നേട്ടങ്ങൾ നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു പോയി. ഞങ്ങൾ ഈ വിനീതനടക്കം സർട്ടിഫിക്കറ്റിൽ SSLC ഇല്ല. SSLC ഇല്ലാത്ത ഒരു സംവിധാനമല്ലേ ദാറുൽ ഹുദ? ഇതെങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു.
ഈ SSLC ഇല്ലാത്ത ഒരു ഹുദവിയാണ് ലോകത്ത് ആംഗലേയ ഭാഷയത്തിന്റെ ആധികാരിക റഫറൻസായ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ട് പറഞ്ഞത്, നിങ്ങളെ ഭാഷയിൽ നിങ്ങൾ തയ്യാറാക്കിയ ഈ ഡിക്ഷണറിയിൽ പിഴവുണ്ട് എന്ന് പറഞ്ഞത്. മലപ്പുറത്തെ മാപ്പിളച്ചക്കനെ കൊണ്ട് മാതൃഭാഷ ഇംഗ്ലീഷായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആംഗലേയ ഭാഷയുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ആധികാരിക റഫറൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു റഫറൻസ് സാധാരണ സ്വീകരിക്കപ്പെടാറില്ല. ആ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ പിഴവുണ്ട് എന്ന് ഒരു മാപ്പിള ചെക്കനെ കൊണ്ട് പറയിപ്പിക്കാൻ ദാറുൽ സാധ്യമായി എന്ന് പറഞ്ഞാൽ അത് ചില്ലറ നേട്ടമല്ല, അതൊരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. ദാറുൽ സാധ്യമാക്കിയ ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മേന്മയുടെ ഉദാത്തമായ ഒരു ലക്ഷണം മാത്രമാണ്. നേരത്തെ ഉസ്താദ് പറഞ്ഞു, വിവിധങ്ങളായ മേഖലകളിലേക്ക് കൈവച്ച് ഞാൻ എണ്ണി പറയുകയല്ല. ഈ നേട്ടങ്ങളൊക്കെയും ചില സിമ്പലുകളാണ്. നമ്മൾ സ്വപ്നമായിട്ട് കണ്ടിരുന്ന മേഖലകളിലേക്കൊക്കെ നമ്മുടെ അനിയന്മാരും നമ്മളെ ജ്യേഷ്ഠന്മാരും അഭിമാനത്തോടുകൂടെ നടന്നെടുക്കുമ്പോ പതിത ജനതയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. മലപ്പുറത്തെ ഒരു പയ്യന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരുത്താമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമാക്കിയ വിദ്യാഭ്യാസ സംവിധാനത്തിന് കർണാടകയിൽ ചലനങ്ങൾ ഉണ്ടാക്കാനാവും. ടിപ്പുവിന്റെ പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കർണാടകയുടെ മണ്ണിൽ നിന്ന് പുതിയ കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും വിപ്ലവകരമായ നേതൃത്വങ്ങൾക്ക്, മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആലിമ്യങ്ങളുടെ സൃഷ്ടിപ്പ്, അത് ദാറുന്നൂറിലൂടെ, നൂറുൽ ഹുദയിലൂടെ, അതുപോലെ സിർസിയിലുള്ള സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ. അതായിരിക്കണം നമ്മൾ ആഗ്രഹം. നമ്മുടെ സമ്പത്ത്, നമ്മളെ സമയം, നമ്മളെ അധ്വാനങ്ങള് ഈ വലിയ നന്മയുടെ കൂടെ, ഈ വലിയ പ്രതീക്ഷയുടെ കൂടെ നമ്മൾ മാറ്റിവെക്കുമ്പോ മുസൽസൽ നിരന്തരമായ അധ്വാനങ്ങളാണ് വിധിയെ മാറ്റിയെഴുതുന്നത്. നിരന്തരമായ പ്രയത്നങ്ങളാണ് വിധിയെ മാറ്റിയെഴുതുന്നത്. ജോ തക് കർ ബേട്ട് ജാതി ഹേ. സിവിൽ കോഡ് വരികയാണ്, മുത്തലാഖിന്റെ പ്രശ്നമാണ്. ഓരോ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വെറുതെ ഇരുന്നാൽ ഓ മൻസിൽ പാ നഹി സക്ത, ലക്ഷ്യത്തിലേക്ക് എത്താനാവില്ല. ലക്ഷ്യത്തിലേക്ക് പോകാൻ മൈൽസ് ടു ഗോ, ഇനിയും ഒരുപാട് പോകാനുണ്ട്, ഇനിയും ഒരുപാട് പോകാനുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിന് ഖിദ്മത്ത് ചെയ്യലാവണം. പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുടെ കൂടെ നിൽക്കുമ്പോ അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇദാ മാത്തൽ ഇൻസാൻ, നിങ്ങളൊക്കെ കേട്ട് സുപരിചിതമായ ഒരു ഹദീസ് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾ മരിച്ചാൽ ഇൻകത്തു അമലു ഇല്ലാ മിൻ സലാസ്, എല്ലാം അവസാനിച്ചു. ദുബായിൽ 18 ഷോപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 13 കമ്പനി ഉണ്ടായിരുന്നു, 25 വലിയ കമ്പനികളിലെ ഷെയറുള്ള ആളായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. മംഗലാപുരത്തെ നഗരഹൃദയത്തിൽ കണ്ട ഉസ്താദെ, ആ വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ, ആ സർക്കിൾ കഴിഞ്ഞിട്ട് ലേശം മുമ്പോട്ട് പോയാൽ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിംഗ് അതെന്റേതാണ്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നടക്കുമ്പോ കാണുന്ന ആ ബിൽഡിങ്ങും അതും എന്റേതാണ്. വേറൊരാൾ പാർട്ട്ണർ ഉണ്ട്. എന്ത് പറഞ്ഞാലും എല്ലാം അവസാനിച്ചു. ഇല്ലാ മിൻ സലാസ്, 3 എണ്ണമല്ലാതെ 60 വർഷത്തെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയ ഇക്കഴിഞ്ഞ ദിവസം വരെ, ഇന്നത്തെ ദിവസം വരെ ഞാനും നിങ്ങളും പെടാപ്പെടുന്നത് എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. വലിയൊരു ശതമാനം ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിസ്മരിക്കുക? ഞാൻ വാള് പറയുകയോ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഒരു യാഥാർത്ഥ്യത്തെ ഉണർത്തുകയാണ്. ഈ നിമിഷം വരെ ഞാനും നിങ്ങളും പാടുപെട്ടത് എന്തിനു വേണ്ടിയാ? ഉമ്മത്തി മാ ബൈന 60 വ 70, 60 70 ഇടക്ക് പൊലിഞ്ഞു പോകേണ്ട ഒരു ജീവിതത്തെ പച്ച പിടിപ്പിക്കുന്നതിനു വേണ്ടിയാ. അതിനുശേഷമുള്ള ജീവിതത്തിന്റെ കണക്ക്, മരണം ഒരു വാതിലാണത്രേ. മരണം അന്തമില്ലാത്ത ഒരു ജീവിതത്തിന്റെ വാതിലാണത്രേ. അതിനുവേണ്ടി എന്താ കരുതി വെച്ചത്? അതിന്റെ അക്കൗണ്ടില് എന്ത് ബാലൻസാ ബാക്കിയുള്ളതെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ എളിയ സേവനങ്ങളെങ്കിലും ബാക്കിയുണ്ടാവണം. എല്ലാം അവസാനിച്ചു. അവൻ ചെയ്ത അമലൊഴികെ മരിച്ച പിന്നെ അമൽ ചെയ്യാൻ പറ്റൂല. പിന്നെയോ വലതു സ്വാലിഹു, മക്കളുണ്ടായാലും പോരാ, സ്വാലിഹാവണം. മക്കളുണ്ടായ പോരാ. പ്രവാസികള് കൂടുതൽ ഇരിക്കുന്ന സദസ്സിൽ ഞാൻ പറയട്ടെ, പലപ്പോഴും ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോ എന്നോട് എന്റെ കാതിൽ ഇപ്പോഴും ഞാൻ ആ വാക്ക് എന്റെ കാതിൽ ആ വാക്ക് മുഴങ്ങുന്നുണ്ട്. ഒരു പ്രവാസിയായ വാപ്പ പറഞ്ഞതാ, ആകെയുള്ള ആൺതരി ഒരൊറ്റ മോൻ, എന്റെ മോനൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉസ്താദ് ദുആ ചെയ്യുമോന്ന്.
അത്ഭുതത്തോടെ കണ്ണിലേക്ക് നോക്കിയപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് തെറ്റിയിട്ടില്ല ഉസ്താദെ, എന്റെ മോനൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യൂ. ജീവിതത്തിൽ ആകെയുള്ള ഒരാണും തരിക. ആ മകനെ കൊണ്ട് ഞാൻ സഹിച്ചിട്ട് എല്ലാം കൊണ്ടും ഞാൻ മടുത്തിരിക്കുകയാണ്. ഇനി ആ മകനൊന്ന് എനിക്ക് മരിച്ചു കിട്ടണം. ഇതുവരെ എന്റെ നേർച്ചയും ദുആവും മകൻ നന്നാവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നന്നാവുന്ന സമയം കഴിഞ്ഞു. ഇനി ആ മകന് മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെക്കാർ രക്ഷിക്കുമാറാകട്ടെ. എല്ലാം നേടി എന്ന് വിചാരിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോ നമ്മളെ കൈ നീട്ടി സ്വീകരിക്കാനുള്ളത് ഈ ദുരന്തമാണെങ്കിൽ 60 വർഷത്തെ 70 വർഷത്തെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മരുഭൂമിയിൽ ഉരുക്കി തീർത്തവൻ എന്ത് നേടി എന്ന് ചോദിക്കുമ്പോ എന്താ ബാക്കി ഉണ്ടാവുക? വലതും സ്വാലിഹ്, നല്ല മക്കളാണോ എന്നോ ഉപകാരം ഉണ്ടാവും. നല്ല സന്താനമാണോ? മരിച്ചാൽ നമ്മളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഇതെന്റെ വാപ്പയാണ്, ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മുഴുവനും ഉമ്മയെ തനിച്ചാക്കി മണലാരണ്യത്തിൽ പോയിട്ട് ജീവിതം ഹോമിച്ച എന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് സലാം പറയാൻ ഒരു മകൻ. സാധാരണ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അറിയും, മരിച്ചാൽ ആളുകൾ ഓടി വരും. എന്തിനാ? വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് കുട്ടികളെ അയച്ചു തരുമോ? മക്കളില്ലേ? മക്കളുണ്ട്, എന്നാലും ഓതാനും മുത്തഅല്ലിമീങ്ങളെ വേണം. എന്താ കാര്യം? മക്കൾക്കറിയില്ല. മരിച്ച വീട്ടിലേക്ക് ഓതാൻ വേണ്ടിയിട്ട് ചില നാട്ടിൽ ദർസ് നിലനിർത്തുന്ന പോലെ എന്തിനു വേണ്ടിയാ ദർസ് നിലനിർത്തുന്നത്? അവരോട് ചോദിക്ക്, എന്തിനാ കഷ്ടപ്പെട്ട് ദർസ് നിർത്ത? വാപ്പ മരിച്ചാൽ ഓതാൻ ആള് വേണ്ട ഉസ്താദേന്ന്. വലതുൻ സ്വാലിഹു യദ്ഉ ലഹു, മരിച്ചാ ദുആ ചെയ്യുന്ന, തെറ്റാതെ ഫാത്തിഹ ഓതി മയ്യത്തിന്റെ മുമ്പിൽ ഇതെന്റെ വാപ്പയാണെന്ന ബോധ്യത്തോടെ ഇമാമത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകനെ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനാവുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്താ നേടുന്നത് നമ്മൾ? ഞാൻ നീട്ടിക്കൊണ്ട് പോവല്ല. വലതുൻ സ്വാലിഹു യദ്ഉ ലഹു, മക്കൾ നന്നാവോ മോശാവോ എന്നുള്ളത് നമ്മൾക്ക് പ്രവചിക്കാനാവില്ല. നമ്മളെ കാലശേഷം മകൻ സഞ്ചരിക്കുന്ന വഴികളെ പറ്റി നമ്മൾക്കറിയില്ല. അത് കിട്ടിയാൽ വലിയ ഖൈറാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. പിന്നെയുള്ളത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖയാണ്. എന്നേക്കും നിലനിൽക്കുന്ന നൂറുലുദയുടെ ബിൽഡിംഗ് പണി തുടങ്ങിയെന്ന് കേട്ടപ്പോ അതിലേക്ക് കൊടുത്തയച്ചു, എന്റെ വകയായിട്ട് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവട്ടെ. ഒരു ക്ലാസ് റൂമിന് സ്വന്തമായിട്ട് 1 കോടി രൂപയുടെ വീടുണ്ടാക്കിയ ആളാണ് ഉസ്താദെ. ഒരു ക്ലാസ് റൂമെങ്കിലും എന്റെ പേരിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ സ്വദഖത്തുൻ ജാരിയ, എന്നേക്കും നിലനിൽക്കുന്ന സ്വദഖ, അതാണ് നാളേക്ക് ബാക്കി ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാധാരണ പറയാറുണ്ട്, മരണത്തെ പറ്റി പറയുമ്പോ പറയാറുണ്ട്, ഖബറിനെ പറ്റി പറയുമ്പോ പറയാറുണ്ട്, കഫം പുടക്ക് കീശയില്ല, ഖബറിൽ അലമാരയുമില്ല. മുൻകർ നക്കീർ അലൈഹിമസ്സലാം അവർ കൈക്കൂ അല്ലാഹ് ഈ മാസം 29 പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചാൽ എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായം മാത്രം പോരാ, ദുആ ഉണ്ടാവണം. ദുആ ആണ് ഖലാഇനെ തട്ടിക്കളയുന്നത്. ദുആവും സ്വദഖയുമാണ്. അതുകൊണ്ട് നിങ്ങളെ ദുആ എപ്പോഴും ആ സ്ഥാപനത്തിനും
അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അതിന്റെ അവിടുത്തെ താലിമ്യങ്ങൾക്കും ഉസ്താദുമാർക്കും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഒരു വസിയ്യത്ത് പോലെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഒരുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നമ്മളെ പ്രിയപ്പെട്ട വിശേഷിച്ച് കർണാടകയിലുള്ള ഒരുപാട് പ്രവർത്തകന്മാർ, അവർ KIC-യുടെ നേതാക്കളാണ്, അവർ ദാറുന്നൂറിന്റെ നേതാക്കളാണ്, അവർ ഷംസുൽ ഉലമ അക്കാദമി തോടാറിന്റെ നേതാക്കളാണ്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഭംഗിയായിട്ട് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഒരുപാട് ദിവസങ്ങളായിട്ട് അധ്വാനിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നിരന്തരം മീറ്റിങ്ങും ആലോചനകളും ഒക്കെ ആയിട്ട്. കാരണം വലിയ ഒരു സംവിധാനത്തെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന ഒരു ആശങ്കയിൽ നിന്നുകൊണ്ട് ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊക്കെ അറിയേണ്ട റബ്ബിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മാഞ്ഞു പോവുകയില്ല. ഹൃദയത്തിൽ അവരുടെ പേര് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ മണ്ണെന്ന് തിരിച്ചു പോവുക. അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ എല്ലാ മേഖലയിലും നമ്മളൊന്ന് മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു വലിയ ബലാഗപ്പുറത്ത് അള്ളാഹു നമ്മളിൽ നിന്ന് തട്ട് മാറ്റുന്നുണ്ടാവും, ഒരു രോഗത്തെ അള്ളാഹു മാറ്റുന്നുണ്ടാവും, ഒരു മുസീബത്തിനെ നീക്കുന്നുണ്ടാവും. ആ നിയത്തോടു കൂടെ പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവും. നൂറുലുദയുടെ ഗൗരവാധ്യക്ഷരാണ് അഭിവന്യരായ സയ്യിദ് KS അലി തങ്ങള്. ആ കുടുംബത്തെ പറ്റിയോ തങ്ങളെ പറ്റിയോ പറയേണ്ടതില്ല. ഒരു സൗമ്യ സാന്നിധ്യം. ഏത് സദസ്സിന്റെ മുമ്പിൽ ചെന്നിട്ടും കുമ്പോല് തങ്ങളാണ് ഞങ്ങളെ നേതൃത്വം എന്ന് പറഞ്ഞാൽ മറുത്തൊരു ചോദ്യം വരാത്ത തരത്തിൽ ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു കുടുംബത്തിലെ മഹാനായ സയ്യിദ് അവർകൾ നമ്മളെ സ്ഥാപനവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും സ്ഥാപനത്തിന്റെ കാര്യങ്ങളിൽ സദാ ഉത്സാഹിയായിട്ട് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന തങ്ങളെ നാട്ടിൽ നിന്ന് മാടന്നൂർ വരെ എത്താന്ന് പറഞ്ഞാൽ നീണ്ട ദൂരം യാത്ര ചെയ്യണം. സ്ഥിരമായിട്ട് മീറ്റിങ്ങില് സാധാരണ ഇതുവരെ തങ്ങൾ മീറ്റിങ്ങിൽ ഒഴിവാക്കിയത് അപൂർവമാണ്. ആ തരത്തിൽ കഷ്ടപ്പെട്ട് മീറ്റിങ്ങിലൊക്കെ വന്ന് പങ്കെടുത്ത് ഒരു സാധാ പ്രവർത്തകനെ പോലെ നമ്മോടൊപ്പം നിൽക്കുന്ന സയ്യിദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ കുമ്പോൽ തറവാട്ടിലെ ഓരോ സയ്യിദന്മാരും അവർ നമ്മുടെ മുത്തുകളാണ്. അവരുടെ കൂടെ നിന്ന് ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ കമ്മിറ്റിയിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇവിടെയുണ്ട്. മുസ്തഫാജി KMP ഉണ്ട്, ഇസ്മായിൽ ഹാജി ഉണ്ട്, മറ്റു ഒരുപാട് ആളുകൾ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ. മാടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം ഉള്ളതെങ്കിലും അത് ആ നാട്ടുകാരെ മാത്രം സ്ഥാപനമല്ല, അത് നമ്മുടെ സ്ഥാപനമാണ്, ഈ സമുദായത്തിന്റെ പൊതുസ്വത്താണ് എന്ന ഉത്തരവാദിത്വത്തോടു കൂടെയാണ് നമ്മൾ ആ സ്ഥാപനത്തെ സമീപിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നൂറുൽ ഹുദ എന്ന നമ്മുടെ ഈ മഹത്തായ സംരംഭത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല നാഫിയായ ഇൽമു നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദാറുൽ ഹുദ സംവിധാനത്തിന്റെ മേന്മകൾ ബഹാദുസ കുറെ പറഞ്ഞിട്ട് ചിലത് എന്നോട് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് പ്രസംഗ പരിശീലനം. നമുക്കറിയാം, ഒരു പരിപാടി വെക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും സിംസാർ ഹുസാനെ കിട്ടിയാൽ, അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ഒരു ഹുദവിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ആവേശമാണ്. എങ്ങനെ അവർ എത്ര വലിയ നാവ് വാക്കുകൊണ്ട് വിസ്മയം തീർക്കുന്ന ആളുകളായി തീർന്നു. ദാറുൽ ഹുദ നൽകുന്ന ചിട്ടയായ പരിശീലനം കൊണ്ടാണ്. പ്രസംഗ പരിശീലനമുണ്ട്. മാത്രമല്ല എഴുത്തിന്റെ രംഗത്ത് ഇന്ന് കേരളത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാർ, മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലായിട്ട് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് എഴുതുന്നവർ, എഴുത്തിനുള്ള പരിശീലനം അത് ദാറുൽ ഹുദ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വിഷയം പറഞ്ഞിട്ട് നിർത്തിപ്പോയി. ദാറുൽ ഹുദയുടെ സർട്ടിഫിക്കറ്റ് അതിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, JNU, അതുപോലെ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങി ഹൈദരാബാദിലുള്ള ഇഫ്ലു, അതുപോലെ HCU, ഇങ്ങനെ പല ഹൈദരാബാദിലുള്ള മനു എന്ന് പറയുന്ന മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ദാറുൽ ഹുദ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തെ ലോകം ഇന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. ആ നന്മയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവിടെ നൽകുന്നത്. നൂറുൽ ഹുദയിൽ ഒരു കുട്ടി പഠിച്ചിട്ട് ഉദവിയാവുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ദാറുൽ ഹുദയിൽ പഠിച്ചു കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റ് ആണ്, അതേ വാല്യൂ ആണ്. എല്ലാ അർത്ഥത്തിലും
അവർക്ക് സമുദായ സേവനത്തിന് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് അൽഹംദുലില്ലാ ദാറുൽഹുദയിലെ നമ്മുടെ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് SLC കൂടി കൊടുക്കുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു കാര്യം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇവിടെ സഹകരിക്കുന്ന ദിബാജിനെ പോലെ തങ്ങളെപ്പോലെ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കളുണ്ട്. അവരോടൊക്കെയുള്ള കടപ്പാട് കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാനായ പ്രസിഡന്റ് അഭിമന്യരായ കുമരംപുത്തൂർ AP ഉസ്താദ് അവർകൾ അദ്ദേഹം വീണ് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേക ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അഭിമന്യരായ പ്രസിഡന്റിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അഭിമന്യരായ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ, അഭിമന്യരായ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭ നേതാക്കൾ. ഈ സമസ്തയുടെ ശബ്ദം കർണാടകയിൽ ശക്തമായിട്ട് ആളുകളിലേക്ക് എത്തണമെങ്കിൽ കന്നഡ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആലിമ്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ആ തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റും നൂറുൽ ഹുദ പോലുള്ള സ്ഥാപനങ്ങളിലൂടെ. സമസ്തയുടെ നേതാക്കൾ അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്നും നൂറുൽ ഹുദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.